ഫിക്രെ റമദാൻ. റമദാനിന്റെ ചിന്തകളാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമത്തെ ദിവസമാണല്ലോ ഇന്ന്. എല്ലാ നിലക്കും റമദാൻ നമുക്ക് പടച്ചവൻ നൽകിയ അനുഗ്രഹം തന്നെയാണ്. ഈ അനുഗ്രഹത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കണ്ടാലും അത് കൂടുതലാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിനെ കുറിച്ച് പറഞ്ഞത് ബിഗൈരി ഹിസാബ്, അതിന് കണക്കില്ല എന്നാണ്. എന്തൊക്കെ നമുക്ക് ലഭിച്ചു അതൊക്കെ നമുക്ക് നോക്കാം. അള്ളാഹു ഈ ലോകത്തേക്ക് മനുഷ്യനെ അയക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ജിന്നു വർഗത്തിനെ അയച്ചിരുന്നു. അതിനു മുമ്പ് മറ്റ് രണ്ട് ജീവി വർഗത്തിനെ അയച്ചിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദം നബി അലൈഹിസ്സലാമാണ് ഒന്നാമതായി എത്തിയത്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലാണ് പടയ്ക്കപ്പെട്ടത്. അവിടുന്ന് മലക്കുകൾ ചോദിക്കുന്നുണ്ട്, റബ്ബേ, എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ ഇവിടേക്ക് പടച്ചുവിട്ടത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. പടച്ചവൻ മലക്കുകളെല്ലാം വിളിച്ച് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ തിരിച്ചു ചോദിച്ചതാണ് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ചോര വീഴ്ത്തുന്ന ആളുകൾ ഇവിടെ എന്തിനാണ് എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. പടച്ചവൻ പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നവൻ ഞാനാണ് എന്ന് പടച്ചവൻ പറഞ്ഞുകൊണ്ട് അവരോട് കണ്ടറിയാൻ പറഞ്ഞു. ചോര വീഴ്ത്തുന്ന എത്ര കഥകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടു ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഒരു കുടുംബത്തിലെ 5 പേരെ ഒരു ദയയുമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞത്. എന്തൊക്കെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ വെറുതെ അല്ല അത് ചോദിച്ചത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെല്ലാം ഇവിടെ പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ദാനം ചെയ്യൂ, ദാനം ചെയ്താൽ അത് വിപത്തുകളെ തടയും. അസ്വദഖത്തു റദ്ദുൽ ബല എന്ന് പറഞ്ഞു. ഉസ്താദുമാര് പ്രഭാഷണം നടത്താൻ വേണ്ടിയാണ് ഈ ദാനം ചെയ്യുന്ന ഹദീസുകളൊക്കെ ഇറക്കിയെന്നാണ് ചിലരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ അങ്ങനെയാണോ? അല്ല. നിങ്ങൾ ദാനം ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ പല സമയങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ പലരും വന്ന് സങ്കടപ്പെടാറുണ്ട്. ഉസ്താദെ, എൻ്റെ 25 ലക്ഷം റിയാല് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് റിയാല് ദിർഹംസ് എനിക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. ഒരു സഹോദരൻ 85,000 ദിർഹംസ് ഒരൊറ്റ അടിക്ക് പോയതിനെ കുറിച്ച് പറഞ്ഞു. ലക്ഷക്കണക്കിന് പോയതിൻ്റെ കഥകൾ എത്രയോ കേൾക്കുന്നുണ്ട്. അതൊക്കെ അള്ളാഹു നൽകിയ പരീക്ഷണമാണ് എന്ന് കരുതി അവരൊക്കെ സമാധാനിക്കുന്നുണ്ട്. എന്നാൽ നോക്കൂ, നമുക്ക് കിട്ടാവുന്ന സമ്പത്തിന്റെ നല്ലൊരു ഭാഗം നമ്മൾ സദഖയും ഹദിയയും ചെയ്യണം. അത് നമുക്കുള്ള ഏറ്റവും വലിയ മുതലാണ്, അസറ്റാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു എന്ന് ഖുർആനിൽ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ സദഖ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ സദഖ ചെയ്യാറുണ്ടോ? അന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സദഖ ചെയ്യുന്നുണ്ടോ? ഇഷ്ടമുള്ളത് എന്തൊക്കെ നമ്മൾ സദഖ ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഏറ്റവും ഇഷ്ടമുള്ളത് എന്തൊക്കെ നമ്മൾ സദഖ ചെയ്തു? നമ്മുടെ വാഹനം, നമ്മുടെ പൈസ, നമ്മുടെ വസ്ത്രം, ഇതൊക്കെ നിങ്ങൾ സദഖ ചെയ്തിട്ടുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു രാജാവ് അതിമനോഹരമായ ഒരു കോട്ട്, ഒരു ഖമീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തു വിട്ടു. എല്ലാവരും അത് മുത്തുനബി ഇട്ട് കാണാൻ ആഗ്രഹിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കോട്ട് ഇട്ടു. മനോഹരമായ ആ കോട്ട് ഇട്ടുകൊണ്ട് 14-ാം രാവിനെ തോൽപ്പിക്കുന്ന പുഞ്ചിരിയുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്തിന് അതിരറ്റ സന്തോഷം. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, വളരെ മനോഹരമായിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇതെനിക്ക് തരുമോ? വല്ലാത്ത ഇഷ്ടപ്പെട്ടു പോയി എനിക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഭാവമാറ്റവുമില്ല. ഖമീസ് ഊരി അയാൾക്ക് കൊടുത്തു. സ്വാഭാവികമായി കൂടി നിന്ന സ്വഹാബത്തിന് ആ സമയത്ത് ഒരു പ്രയാസം. എന്തിരിച്ചു പണിയാ നീ കാണിച്ചത്? മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു സാധനമില്ലേ നീ ചോദിച്ചത്? അത് മുത്തുനബി തരുകയും ചെയ്തല്ലോ. ചോദിച്ചാൽ കൊടുക്കും എന്നതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വഴി. എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? ഉടനെ സഹാബി പറഞ്ഞു, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിനോട് ചേർന്ന് കിടന്നതാണ്. അതുകൊണ്ട് ഞാനിത് ചോദിച്ചാൽ തരുമെന്ന് എനിക്ക് ഉറപ്പാ. ഇതെന്റെ കഫം പുടവയിൽ വെക്കാനാണ്. എല്ലാ സ്വഹാബികളും ഇത് കേട്ട് വല്ലാത്ത പ്രയാസം. നമുക്കത് പറ്റിയില്ലല്ലോ എന്ന് തോന്നിയ ഒരു പ്രയാസം ഉണ്ടായി. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം തന്നെ സദഖ കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ ഒരു പാഠമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ പറയുന്നതല്ല.
അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പകർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. കാരുണ്യത്തിന്റെ കേദാരമായ റബ്ബേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ എന്ന് റമളാനിന്റെ 1-ാം പത്തിലെ മുഴുവൻ ദിവസങ്ങളിലും നിങ്ങൾ പടച്ചവനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ആ കാരുണ്യത്തിന്റെ മനസ്സ് നമുക്കുണ്ടെങ്കിലേ മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കൂ. കാരുണ്യത്തിന്റെ മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടെങ്കിലേ നമുക്ക് വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ. കാരുണ്യത്തിന്റെ മനസ്സ് എല്ലാവർക്കും ഉണ്ടെങ്കിലേ ജീവിക്കാനും ജയിക്കാനും പറ്റൂ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏഞ്ചൽസ് വാലിയിലെ പാവപ്പെട്ടവരെ കാണാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും വരണം. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും.